നമസ്കാരം. ചിങ്ങപ്പൂമ്പുലരി പിറക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം കൊല്ലമാണ്ട് 1201 വർഷം ആണ്. 17/8/2025 ഞായറാഴ്ച അതിരാവിലെയാണ് രാജകാരകനായിട്ടുള്ള സൂര്യൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതിൻ്റെ അനുകൂല പ്രതികൂലതകൾ എങ്ങനെ ആയിരിക്കും എന്നറിയുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും. അത് ഈ വർഷഫലം 12 രാശികളിൽ അല്ലെങ്കിൽ 12 കൂറുകളിൽ പിറന്നിട്ടുള്ള 27 നക്ഷത്രക്കാർക്ക് എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് അപഗ്രഥിച്ച് നോക്കാം. ഓം ഗണാനാം ത്വാ ഗണപതികം അവാമഹേ കവിം കവീനാം ഉപവശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാധനം. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ആരോഗ്യം പ്രദദാതു നോ ദിവകരോ ചന്ദ്രോ യശോ നിർമ്മലം ഭൂതിം ഭൂമിസുതഃസുധാംശുതനയ പ്രജ്ഞാം ഗുരുർഗൗരവം. കാവ്യകോമളവാഗ്വിലാസമതുലം മന്ദോമുദം സർവദാ രാഹുർബാഹുബലം വിരോധശമനം കേതുഃകുലസ്യോന്നതിഃ. ഹയഗ്രീവ ഹയഗ്രീവ ഹയഗ്രീവേദിയോവതേത് തസ്യ നിസ്സരധേ വാണി ജംഗുകന്യാ പ്രവാഹവത്. ഗുരുഭ്യശ്ച ഗ്രഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലിഃ പ്രസന്നമനസാംസ്തേ മേ സത്യാം കുർവന്തു ഭാരതി. ആദിത്യാദിനവഗ്രഹദേവതാഭ്യോ നമഃ. അസ്മദ് ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ഹരിഃ ഓം. ചിങ്ങപ്പൂമ്പുലരിയിൽ ഇടവത്തിൽ ചന്ദ്രൻ, മിഥുനത്തിൽ ഗുരുശുക്രന്മാർ, കർക്കടകത്തിൽ ബുധൻ, ചിങ്ങത്തിൽ സൂര്യൻ കേതു, കന്നിയിൽ ചൊവ്വ, കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനി. ഇതാണ് ഗ്രഹസ്ഥിതി. 27 നക്ഷത്രക്കാരെ 12 കൂറുകളായി പിരിക്കുമ്പോൾ 2.25 നക്ഷത്രം വീതം ഒരു രാശിയിൽ അല്ലെങ്കിൽ കൂറിൽ വരും. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആരംഭിക്കുകയാണ് മേടക്കൂറ് എന്ന്. വേദ ജ്യോതിഷത്തിൽ കാർത്തികയാണ് ആദ്യ നക്ഷത്രം, ഭരണി അന്ത്യനക്ഷത്രവുമാണ് എന്നുള്ള ഒരു ചൊല്ലുണ്ട്. അഗ്നിർനപ്പാതു കൃത്തികാഃ നക്ഷത്രം ദേവമിന്ദ്രിയം ഇതവാസാം വിചക്ഷണാസ്തവിരാ സഞ്ജുഹോധന. യസ്യ ഭാന്തി രശ്മയോ യസ്യ കേതവഃ യസ്യേമാ വിശ്വാ ഭുവനാനി സർവാ സകൃത്തികാവിരപി സംവധാനഃ അഗ്നിർനോ ദേവസ്വ വിരോധയാതു. ഇങ്ങനെ ആരംഭിച്ച് അപഭാത്മാനം ഭരണീർഭരന്തു രമാരാജ രഥസ്വിദ്വാൻ
യോഗോ ഹിരാധോ ഭഗവാൻ ഭഗാൻ ഹി സുഗന്നപന്ഥാമഭയം ഗൃണോതു യസ്മിൻ നക്ഷത്രേ യമയേതി രാജാ സ്മിന്നേനമഭ്യസിഞ്ചന്ത ദേവാഃ തതസ്യ ചിത്രകം ഹവിഷായ ജാമ അപഭാത്മാനം ഭരണീർഭരന്തു എന്ന് ഭരണിയിലേക്കാണ് അവസാനിക്കുന്നത്. അതും മാത്രമല്ല, പഴയ കാലത്തിൽ ഈ കമ്പ്യൂട്ടറെല്ലാം വരുന്നതിന് മുമ്പ് ഈ കാൽക്കുലേഷനൊക്കെ മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നക്ഷത്രം അറിഞ്ഞില്ലെങ്കിൽ എന്താ ചെയ്യുക? നക്ഷത്രത്തിലാണ് എല്ലാം ഉള്ളത്. നക്ഷത്രാത് ഹരതേ പാപം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നക്ഷത്രം അറിഞ്ഞില്ലെങ്കിൽ കൃത്തിക പറഞ്ഞോളൂ എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അങ്ങനെ വളരെ വിശേഷപ്പെട്ടതാണ് കൃത്തിക നക്ഷത്രം അല്ലെങ്കിൽ കാർത്തിക നക്ഷത്രം. അശ്വതി ഭരണി കാർത്തിക 1-ാം പാദത്തിൽ പറഞ്ഞിട്ടുള്ള മേടക്കൂറുകാർക്ക് ഏഴരശനിയൊക്കെ നടക്കുന്ന സമയമാണ്. ഗുരു അനുകൂലമല്ലാത്ത സമയമാണ് എന്നൊക്കെ പൊതുവെയുള്ള ധാരണ എല്ലാവരും അറിയുന്നതാണ്. എന്നിരുന്നാലും രാശിയുടെ സ്വാമിയായിട്ടുള്ള ചൊവ്വ രാശിയിലേക്ക് നോക്കുന്നുണ്ട്. യോ യോ ഭാവ സ്വാമി ദൃഷ്ടോ യുധോവ സൗമ്യർവാസ്യ തസ്യ ഭാവാഭിവൃദ്ധി എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് രാശിയുടെ സ്വാമി രാശിയിലേക്ക് നോക്കുന്നത് കൊണ്ട് മേടക്കൂറുകാർക്ക് അനുകൂലപ്രദമായിട്ടുള്ള ഒരു സമയമാണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതുപോലെ തന്നെ രാഹുർ ബാഹുബലം എന്നൊക്കെയാണ് പറയുന്നത്. രാഹു അനുകൂലമായിട്ടുള്ളൊരു സ്ഥാനത്താണ് നിൽക്കുന്നത്. 9-ാം വീട്ടിലാണ്, 10-ാം വീട്ടിലാണ്, 11-ാം വീട്ടിലാണ് രാഹു നിൽക്കുന്നത്. 11-ാം വീട് എന്താ 9, 10 എന്നൊക്കെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ശനിവത് രാഹു എന്നുള്ള ഒരു കഥനമുണ്ട്. അതുകൊണ്ട് തന്നെ ശനിയെപ്പോലെയാണ് രാഹു എന്ന് പറയുകയാണെങ്കിൽ ശനിയുടെ വീട്ടിലാണ് രാഹു നിൽക്കുന്നത് എന്നുള്ളതും ലാഭകാരകമായിട്ടുള്ള 11-ാം വീട്ടിലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടും വിദേശത്തിലേക്കുള്ള പോക്കുവരവ്, അതുപോലെ തന്നെ സമ്പാദ്യം ഇത്യാദി കാര്യങ്ങളെല്ലാം അനുകൂലമാകുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർക്ക്. 7-ാം കൂറിൻ്റെ അധിപനായിട്ടുള്ള ശുക്രൻ ദേവഗുരുവായ ഗുരുവിൻ്റെ കൂടെ നിൽക്കുന്ന കാരണം കൊണ്ട് കല്യാണം തടസ്സമൊക്കെ സംഭവിച്ചവർക്ക് കല്യാണമൊക്കെ നടക്കുന്ന, വിവാഹ മംഗള കർമ്മങ്ങളെല്ലാം നടക്കുന്ന ഒരു സമയമാണ് മേടക്കൂറുകാർക്ക്. കർമ്മപരമായി ചിന്തിക്കുമ്പോൾ വിദേശ ജോലി അല്ലെങ്കിൽ വിദേശ കമ്പനിയിൽ ജോലി എന്നൊക്കെ കിട്ടുന്ന ഒരു സമയം കൂടെയാണ്. അങ്ങനെ അനുകൂലപ്രദമായിട്ടുള്ള ഒരു നേരമാണ് മേടക്കൂറുകാർക്ക് നടക്കുന്നത്. മേടക്കൂറുകാർ ഈ ഏഴരശനി നടക്കുന്ന കാലമായതുകൊണ്ട് നിത്യേന വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യണം. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി ഇരിക്കുകയും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുകയും ചെയ്യണം. ഇങ്ങനെ ചെയ്തു വന്നാൽ ഈ വർഷം മുഴുവൻ മേടക്കൂറുകാർക്ക് അനുകൂലപ്രദമാവും. 12 കൂറുകളിൽ വളരെ വിശേഷമായിട്ടുള്ള നല്ല സമയം നടക്കുന്ന ഒരു നേരമാണ് മിഥുനക്കൂറുകാർക്ക് നടക്കുന്നത്, ഇടവക്കൂറുകാർക്ക് നടക്കുന്നത്.
കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തലയും ഇടവക്കൂറ് എന്ന് പറയും. ഈ ഇടവക്കൂറുകാർക്ക് സർവേശ്വരകാരകനായിട്ടുള്ള ഗുരു 2-ാം വീട്ടിലാണ്, ധനകാരകൻ ധനസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഭാഗ്യ കർമാധിപതിയായിട്ടുള്ള ശനി 11-ാം വീട്ടിലാണ്. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ ഈ 3 നക്ഷത്രങ്ങളിൽ പിറന്നവർ കാർത്തിക 2, 3, 4 പാദം, രോഹിണി 1, 2, 3, 4 പാദം, മകീരം 1, 2 പാദത്തിൽ പിറന്നിട്ടുള്ള ഈ കൂറുകാർക്കെല്ലാം വളരെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള സമയമാണ്. എല്ലാ കാര്യങ്ങളിലും ജയം കിട്ടുന്ന സമയമാണ്. ഓണം ബമ്പറൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു സ്ഥിതി ഈ ഇടവക്കൂറുകാർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. അപ്പോൾ സമയം നന്നായിരിക്കുമ്പോൾ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. സമയം നന്നായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. വേദ പാഠശാലകളിലേക്ക് ദാനം ചെയ്യുക. അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കമുള്ള കുട്ടികളുടെ പഠിപ്പിനായിട്ട് സഹായിക്കുക. അടുത്തുള്ള പുസ്തകാലയങ്ങളിലേക്ക്, ലൈബ്രറി, അവിടേക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ നല്ല ഫലത്തെ തരും. അടുത്തത് മിഥുനക്കൂറാണ്. മകീരത്തലയും തിരുവാതിരയും പുനർദത്തി മുക്കാലും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് രാശി അധിപതി ഇന്നത്തെ ദിവസത്തിലേക്ക്, അതായത് വർഷപ്പുറപ്പിൽ രാശിയുടെ അധിപതി 2-ാം വീട്ടിലാണ്. അയറ്റ ധനലാഭയോഗം എന്നുള്ളതായിട്ടുള്ള ഒരു ചൊല്ലുണ്ട്. അധികം കഷ്ടപ്പെടാതെ സമ്പാദ്യം കിട്ടുന്ന ഒരു യോഗം മിഥുനക്കൂറുകാർക്ക് ഉള്ള സമയമാണ്. ശനി 10-ലാണ്. അതുകൊണ്ട് കർമ്മ തടസ്സങ്ങളൊക്കെ മാറി കർമ്മമൊക്കെ സുഗമമാവും. കർമ്മസ്ഥാനത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്നിമാരുത യോഗം എന്ന് പറയും. കാറ്റും തീയും പോലെയുള്ള യോഗം. പെട്ടെന്ന് അവിചാരിതമായിട്ടുള്ള ജോലി കിട്ടുക, ഗവൺമെൻറ് ജോലി കിട്ടുക, അതിലേക്ക് പരിശ്രമിച്ചിരിക്കുന്നവർക്കൊക്കെ ഗവൺമെൻറ്റിൻ്റെ ജോലി കിട്ടുക, ഇതൊക്കെ സംഭാവ്യമായിട്ടുള്ള ഒരു സമയമാണ് ഈ മിഥുനക്കൂറുകാർക്ക്. മിഥുനക്കൂറുകാർ ശനി 10-ലായതുകൊണ്ട് കടകശനിയാണ് അല്ലെങ്കിൽ അർദ്ധാഷ്ടമ ശനിയാണ് എന്നൊക്കെ ഉള്ള ചൊല്ലുണ്ട്. അതുമല്ല, ഗുരു തലയിലാണ്, ജന്മഗുരുവാണ്, സമയം മോശമാണ് എന്നുള്ള ചൊല്ലൊക്കെ ഉണ്ട്. എന്നുള്ളത് കൊണ്ട് എപ്പോഴും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ബുധനാഴ്ചകളിൽ സാധിക്കുമെങ്കിൽ ഗുരുവായൂരപ്പനെ അതിരാവിലെ ദർശനം ചെയ്യുക. ഇങ്ങനെ ചെയ്തു വന്നാൽ മിഥുനക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ ശുഭപ്രദം ആയി തീരും. നമ്മൾ അടുത്ത് നോക്കേണ്ടത് കർക്കിടകക്കൂറാണ്. പുനർദത്തിക്കാലും പൂയവും ആയില്യവും ചേർന്നിട്ടുള്ളതാണ് കർക്കിടകക്കൂർ. കർക്കിടകക്കൂറുകാർക്ക് വളരെ നല്ലൊരു അനുകൂല സ്ഥാനത്തിലാണ് ശനീശ്വരൻ നിൽക്കുന്നത്. വർഷപ്പുറപ്പിലുള്ള 2-ാം അധിപതി, കൂറിൻ്റെ 2-ാം അധിപതി 2-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ്. ധനയോഗമാണ്. പാപഗ്രഹമായിട്ടുള്ള ചൊവ്വ മറന്നു നിൽക്കുന്നു. അത് ഒരു അനുകൂല യോഗമാണ്. അഷ്ടമശനിയും കണ്ടകശനിയൊക്കെ തീർന്നിട്ട് ഉള്ള സമയമാണ്. 12-ലാണ് ഗുരു എന്നുള്ള ഒരു തടസ്സമുണ്ട് എന്നിരിക്കലും പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ
കർക്കിടകക്കൂറുകാർക്ക് ഇപ്പോൾ ഈ വർഷം, ഈ മലയാള പുതുവർഷം നടക്കുക. കൂടാതെ കൂറിൻ്റെ അധിപതിയായിട്ടുള്ള ചന്ദ്രൻ വർഷപ്പിറപ്പിൽ 11-ാം വീട്ടിലാണ്, ലാഭസ്ഥാനത്തിലാണ്. അതുകൊണ്ട് മാനസിക പിരിമുറുക്കമെല്ലാം മാറിയിട്ട് പൊതുവെ സമ്പാദ്യയോഗമൊക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ വർഷം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ വർഷം തീർച്ചയായിട്ടും വരുമാനം കൂടും. അതുകൊണ്ട് തന്നെ ലൈഫ് സുഗമമാവും. ഇവർ ഈ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായിട്ട് വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ 12 ബ്രാഹ്മണർക്ക് കാലുകൈ ചൂട്ട് എന്ന് പറയുന്നതായിട്ടുള്ള സമാരാധന എന്ന് പറയും, ബ്രാഹ്മണ സമാരാധന എന്ന് പറയും. അത് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു വന്നാൽ ഈ ഗുരു, വ്യാഴൻ, ബൃഹസ്പതി 12-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പുരുഷ സൂക്തം എന്നുള്ള വിശേഷമായിട്ടുള്ള ഒരു സൂക്തമാണ്. ഈ പുരുഷ സൂക്തം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താലും അനുകൂലതകൾ ഉണ്ടാവും. വ്യാഴാഴ്ച വ്രതാനുഷ്ഠാനത്തോടു കൂടി ഇരിക്കുക, സസ്യബുക്കായിട്ടിരിക്കുക. ഇങ്ങനെ ചെയ്താലും കർക്കിടകക്കൂറുകാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ചിങ്ങക്കൂറുകാർക്ക് മഘവും പൂരവും ഉത്രത്തിൽ കാലും പറഞ്ഞിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമാണ്. ഗുരു 11-ലാണ്. എല്ലാ കാര്യവും സർവേശ്വരകാരകനാണ് ഗുരുവായ ബൃഹസ്പതിയായിട്ടുള്ള വ്യാഴൻ. എല്ലാ കാര്യങ്ങളിലും അനുകൂലത ഉണ്ടാവും. അഷ്ടമശനിയാണ് നടക്കുന്നത്. എന്നിരുന്നാലും ഗുരു അനുകൂലമായാൽ തഥാനുകൂലേ സകലാനുകൂലാഹ തത് പ്രാതികൂലേ സകല പ്രാതികൂലാഹ എന്ന് പറയും. ഗുരു അനുകൂലനായാൽ എല്ലാവരും അനുകൂലമാണ് എന്നുള്ളത് കൊണ്ട് പൊതുവെ നല്ലൊരു സമയമായിരിക്കും. അഷ്ടമശനിയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിത്യവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. ഹനുമാൻ ചാലിസ, സുന്ദരകാന്ഡം ഇതൊക്കെ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. പറ്റുമെങ്കിൽ അവരവരുടെ നക്ഷത്രങ്ങളുടെ ഹനുമാന് വടമാല, വെറ്റിലമാല, ജിലേബിമാല ഇതെല്ലാം വഴിപാടായിട്ട് കൊടുക്കുക. വണ്ണ നേദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിങ്ങക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ അനുകൂലമാവും. കന്നിക്കൂറ് ഉത്രത്തി മുക്കാലും അത്തവും ചിത്തിര അരയും ചേർന്നിട്ടുള്ളതായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് പൊതുവേ നല്ല സമയമാണ്. ഗുരുവും ശുക്രനും 10-ാം കൂറിലാണ്. കണ്ടകശനി നടക്കുന്ന സമയമാണ്. എന്നിരുന്നാലും പാപഗ്രഹമായിട്ടുള്ള രാഹു 6-ാം വീട്ടിലാണ് എന്നുള്ളത് കൊണ്ട് ആ രാഹു ഒരു യോഗകാരകനാണ്. അതുമല്ല, രാശി അധിപതി 11-ാം വീട്ടിലാണ് നിൽക്കുന്നത് വർഷപ്പിറപ്പിൽ. അപ്പോൾ അതും നല്ല ഒരു അനുകൂലതയെ ചെയ്യുന്ന സമയമാണ്. ശനി ദോഷം മാറുവാനായിട്ട് സുന്ദരകാന്ഡം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ഹനുമാൻ ചാലിസ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുക. ശനിയാഴ്ചകളിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടെ ഇരിക്കുക. കയ്യിൽ സൗകര്യമുണ്ടെങ്കിൽ നിത്യാന്യധാത എന്നൊക്കെയാണ് പറയുന്നത്. നിത്യം ഒരാൾക്കുള്ള ആഹാരത്തിനുള്ള വക മാറ്റിവെക്കുകയും മാസമാകുമ്പോൾ അത് പാഠശാലകളിലേക്കോ
വേദവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്കോ കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഈ കന്നിക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമാകും. ഈ കണ്ടകശനി അത് കൊണ്ടേ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടകശനി ഒന്നും കൊണ്ടുപോകില്ല. നമുക്ക് പൂർണ്ണ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും എന്നാണ്. തുലാക്കൂറുകാർക്ക് ചിത്തിര അരയും ചോതിയും വിശാഖത്തെ മുക്കാലും ചേർന്നിട്ടുള്ളതാണ് തുലാക്കൂറ്. ഈ തുലാക്കൂറുകാർക്ക് വളരെ നല്ല ഒരു നേരമാണ് നടക്കുന്നത്. നല്ല നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല നേരമാണ്. ശനി 6-ാം വീട്ടിലാണ്, ഗുരു 9-ാം വീട്ടിലാണ്, രാഹു 5-ാം വീട്ടിലാണ്, കേതു 11-ാം വീട്ടിലാണ്. അങ്ങനെ പൊതുവെ ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള നല്ല നേരം നടക്കുന്ന ഒരു രാശിക്കാരാണ്, കൂറുകാരാണ് തുലാക്കൂറുകാർ. അപ്പോൾ ഈ വർഷം മുഴുവൻ വളരെ അനുകൂലപ്രദമായിരിക്കും. വലിയ കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. തുലാക്കൂറുകാർ കാരണം അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഒരു സമയമായിട്ടാണ് ഈ തുലാക്കൂറുകാർക്ക് ഈ വർഷം അനുഭവപ്പെടുക. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് ഈ ചന്ദ്രൻ, മനക്കാരകനായിട്ടുള്ള ചന്ദ്രൻ നീചനായതുകൊണ്ട് എല്ലാവരും പറയുന്നതും വിശ്വസിക്കും. എല്ലാവരും ഒരുപോലെ പറയില്ല. ഹിതം മനോഹാരിജ ദുർലഭം വചഃ എന്നാണ് കാളിദാസൻ പറയുന്നത്. ഹിതമായിട്ടുള്ള വാർത്തയാണെങ്കിൽ അതിൽ മനോഹാരിത ഉണ്ടാവില്ല, മനസ്സിന് പിടിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ മനസ്സിന് പിടിക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിൽ ഹിതമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആരെന്ത് പറയുന്നു, എത്രത്തോളം അദ്ദേഹത്തെ വിശ്വസിക്കാമെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് വേണം പ്രവർത്തിക്കാൻ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ തടസ്സങ്ങൾ ഉണ്ടാവില്ല. വിശാഖത്തിക്കാലും അനിഴവും തൃക്കേട്ടയും ചേർന്നിട്ടുള്ളതാണ് ഈ വൃശ്ചികക്കൂറ്. വൃശ്ചികക്കൂറുകാർക്ക് ഗുരു അഷ്ടമസ്ഥനാണ്, ശനി പഞ്ചമത്തിലാണ്. എന്നിരിക്കലും സൂര്യൻ അനുകൂല സ്ഥാനത്താണ്, രാശി അധിപതിയായിട്ടുള്ള ചൊവ്വ അനുകൂല സ്ഥാനത്താണ് എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അനുകൂലതയുള്ള ഒരു സമയമായിരിക്കും. വലിയ കഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും നമുക്ക് സമയം കുറച്ച് മോശമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണം, അത്രയേ ഉള്ളൂ. എല്ലാവരും പറയുന്നത് അതുപോലെ തന്നെ വിഴുങ്ങാതെ അതിലെ സത്യവും മിഥ്യയും എന്താണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് വൃശ്ചികക്കൂറുകാർക്ക് ജ്യോതിഷപരമായിട്ട് പറയേണ്ടതായിട്ടുള്ള ഉപദേശം. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറ് എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല്, ഉത്രാടത്തിലെ ആദ്യപാദം, ഇതാണ് ധനുക്കൂറ്. ധനുക്കൂറുകാർക്ക് രാശിനാഥനായിട്ടുള്ള ഗുരു രാശിയിലേക്ക് നോക്കുന്നുണ്ട്. കല്യാണം സരസമൊക്കെ അനുഭവിച്ചിരിക്കുന്നവർക്ക് കല്യാണമൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. കണ്ടകശനിയാണ് നടക്കുന്നത്. അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്നതായിട്ട് 4-ലാണ് ശനി എന്നുള്ളത് കൊണ്ട് അർദ്ധാഷ്ടമ ശനിയാണ്. എന്നിരുന്നാലും സൂര്യൻ 9-ാം വീട്ടിലാണ്. രാശിനാഥനെ ബന്ധുവായിട്ടുള്ള ചൊവ്വ 10-ാം വീട്ടിലാണ്. രാഹു 3-ാം വീട്ടിലാണ്. കേതു 9-ാം വീട്ടിലാണ്. ഇതെല്ലാം അനുകൂലത്തെ കൊടുക്കുന്ന ഒരു സമയമാണ്. പൊതുവെ ധനുക്കൂറുകാർക്ക് ഫ്ലെക്സിബിലിറ്റി കൂടും. അതുകൊണ്ട് തന്നെ
സുവർണപുഷ്പാം പൃഥിവീം ചിന്വന്തി പുരുഷാസ്ത്രയാഹ ശൂരശ്ച കൃതവിദ്യശ്ച യശ്ച ജാനാതി സേവിതും എന്ന് പറയാറുണ്ട്. 3 പേരാണ് സ്വർണ്ണത്താമര ഭൂമിയിൽ വിളയിക്കുക. ആരൊക്കെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൂരശ്ച, വീരശൂര പരാക്രമിയായിട്ടുള്ളവർക്ക് എല്ലാത്തിലും ജയിച്ചു നേടാം. കൃതവിദ്യശ്ച, കற்றോർക്ക് ശല്യമിടമെല്ലാം ചിറപ്പ് എന്ന് പറയും. വിദ്വാൻ സർവത്ര പൂജ്യതേ എന്ന് പറയും, പഠിച്ചവർ. അതുപോലെ തന്നെയാണ് അതെ, ശരിയാണ്, ശരിയാണ്, സത്യമാണ് എന്നൊക്കെ പറഞ്ഞ് യജമാന സ്നേഹം നേടുന്നവർ. യഷ്ടജാനാതി സേവിതും, സേവാമനോഭാവത്തോടു കൂടി ഇരിക്കുന്നവർക്കും എല്ലാ വിജയവും കിട്ടുമത്രേ. ഇപ്പോൾ ഈ പൊളിറ്റീഷ്യൻസൊക്കെ അങ്ങനെയൊക്കെ ആണല്ലോ. ലീഡർ ഉണ്ടാവും, ലീഡർ എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് പ്രവർത്തിക്കും, അവർക്ക് എല്ലാ നന്മയും ഉണ്ടാവും. അതാണ് ഈ ധനുക്കൂറുകാർക്ക്. തീർച്ചയായും അവർ ഫ്ലെക്സിബിളായിരിക്കും. അതുകൊണ്ട് അവർക്കും ഈ വർഷം മുഴുവൻ അനുകൂലപ്രദമായിട്ടാണ് കാണുന്നത്. എന്നിരിക്കലും കണ്ടകശനി നടക്കുന്ന നേരമായതുകൊണ്ട് ശനി ഉപാസന നല്ലതാണ്, ധർമ്മശാസ്താവിനെ സേവിക്കുന്നത് നല്ലതാണ്, ഹനുമാൻ സേവ നല്ലതാണ്, വിഷ്ണു സഹസ്രനാമ പാരായണവും നല്ലതാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിനെ പറ്റി നോക്കാം. ഉത്രാടത്തി മുക്കാലും തിരുവോണവും അവിട്ടത്തരയും ചേർന്നിട്ടുള്ളതാണ് മകരക്കൂർ. മകരക്കൂറുകാർക്ക് ഈശ്വരാനുഗ്രഹപ്രദമായ സമയമാണ്. 7 ശനിയൊക്കെ മാറി വിചാരിച്ച കാര്യങ്ങളൊക്കെ തൊട്ടതെല്ലാം പൊന്നാവും എന്ന് പറയുമല്ലോ. ആ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സമയമാണ് ഈ ഉത്രാടത്തിക്കാർക്ക് നടക്കുന്നത്. ഉത്രാടം, തിരുവോണം, അവിട്ടത്തര മകരക്കൂറുകാർക്ക് വളരെ നല്ല നേരമാണ്. രാശി അധിപതിയായിട്ടുള്ള ശനി 3-ാം വീട്ടിലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെ ബുധൻ്റെ ദൃഷ്ടി രാശിയിലേക്ക് ഉണ്ട്. ധനസ്ഥാനത്തിൽ ശനിവത് രാഹു എന്ന് പറയുന്ന രാഹുവാണ്. അതുകൊണ്ട് ധനാഗമനമൊക്കെ നന്നായിരിക്കും, അവിചാരിത ധനലാഭമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പദവി, പുതിയ പ്രമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ 10-ാം സ്ഥാന അധിപതിയായിട്ടുള്ള ചൊവ്വ, 10-ാം സ്ഥാനത്തിൻ്റെ അധിപതിയായിട്ടുള്ള ശുക്രൻ ഗുരുവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അനുകൂലത കൂടുന്ന ഒരു നേരമാണ്. പൊതുവേ മകരക്കൂറുകാർക്ക് ഈ വർഷം മുഴുവൻ അനുകൂലപ്രദമായിരിക്കും. വിചാരിച്ച കാര്യങ്ങളിലൊക്കെ തടസ്സമില്ലാതെ നടക്കും. അപ്പോൾ സമയം നല്ല സമയമാണ്. അതുകൊണ്ട് തന്നെ ധാരാളം നന്മ ചെയ്യുവാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഉപകാരം ചെയ്യുവാൻ ശ്രമിക്കുക. ദേവബ്രാഹ്മണ പൂജനാത് ഗുരുവച സമ്പാദനാത് പ്രത്യഹം എന്ന് പറയുന്നതായിട്ടുള്ള ശ്ലോകത്തിൽ ദേവന്മാരെയും ബ്രാഹ്മണന്മാരെയും പൂജിക്കുക. നല്ല ഒരു ഗുരുവിനെ തിരഞ്ഞെടുത്ത് അദ്ദേഹം പറയുന്ന പോലെ ജീവിതമാർഗം ചെയ്യുക. സാധൂനാം ഉപകാരണാത് ശ്രുതിവച ശ്രേയ കഥാകർണനാത്, സാധുക്കൾക്ക് സാധുസേവ ചെയ്യുക, പണ്ഡിതരെ മാനിക്കുക. അതുപോലെ ശ്രുതിവച ശ്രേയോ വചകർണനാത്, ശ്രുതിവചസ് വേദം പറഞ്ഞിട്ടുള്ള വഴിയിൽ ജീവിക്കുക. കഥാകർണനാത് സത്സംഗത്തിലൂടെ നല്ല കഥകൾ കേൾക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈശ്വരാനുഗ്രഹപ്രദമായിരിക്കും.
ഈ മകരക്കൂറുകാർക്ക് പൊതുവെ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുള്ള ഒരു കൂറാണ്. ഗുരു 6ലാണ് നിൽക്കുന്നത് എന്നിരിക്കലും തൻ്റെ വക്രതയിൽ അനുകൂലത ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് വളരെ അനുകൂലമായിട്ടുള്ള ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ളൊരു നല്ല സമയമാണ് ഈ മകരക്കൂറുകാർക്ക് ഇപ്പോൾ നടക്കുന്നത്. അടുത്തത് കുംഭക്കൂറാണ്. അവിട്ടത്തരയും ചതയവും പൂരോട്ടാതി മുക്കാലും ചേർന്നതാണ് ഈ കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് രാശിനാഥനായിട്ടുള്ള ശനി 2ാം വീട്ടിൽ നിൽക്കുകയാണ്. ഏഴരശനി പോവുകയാണ്, പാദശനിയാണ് എന്നിരിക്കലും രാശിനാഥനായിട്ടുള്ള ശനി 2ാം വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ധനലാഭങ്ങളൊക്കെ ഉണ്ടാവും. ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ഈ വർഷം മുഴുവൻ അനുകൂലപ്രദമായി തന്നെ ഇരിക്കും. കൂടാതെ സൂര്യനാണ് ചന്ദ്രനെ നോക്കുന്നത്. പൗർണമി യോഗമാവാം, അമാവാസി യോഗവുമാവാം. പൗർണമി യോഗമാകുമ്പോൾ 15 ദിവസം നല്ലതും 15 ദിവസം കഷ്ടവും വരുന്ന ഒരു സമയമാണ് ഈ കുംഭക്കൂറുകാർക്ക്. ഈ കുംഭക്കൂറുകാർക്ക് എന്താ വെച്ചാൽ തൻ്റെ ശക്തി തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. തൻ്റെ ശക്തി മറ്റുള്ളവർ പറഞ്ഞാലേ അവർ വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ തൻ്റെ ശക്തി വേസ്റ്റാക്കാതെ അത് ജനോപകാരപ്രദമായിട്ട് പ്രയോഗിക്കുകയാണെങ്കിൽ കുംഭക്കൂറുകാർക്ക് വളരെ നല്ലൊരു സമയമാണ് നടക്കുന്നത്. അടുത്തത് മീനക്കൂറാണ്. പൂരോട്ടാതി കാലും ഉത്രട്ടാതിയും രേവതിയും ചേർന്നതാണ് ഈ മീനക്കൂറ്. മീനക്കൂറുകാർക്ക് ഏഴരശനിയിലെ മധ്യശനിയാണ്, സമയം മോശമാണ് എന്നൊക്കെയാണ് പറയുക എന്നിരിക്കലും പൂരോട്ടാതി ഗുരുവാണ്. ഗ്രഹങ്ങളിൽ ശനി പേടിക്കുന്ന ഒരു ഗ്രഹം ഗുരു മാത്രമാണ്, ഗുരുവിൻ്റെ വീടാണ്. കൂടാതെ ഉത്രട്ടാതി ശനിയുടെ തന്നെ നക്ഷത്രമാണ്. അതുപോലെ തന്നെ രേവതി ബുധൻ്റെ നക്ഷത്രമാണ്. ശനിയും ബുധനും തമ്മിൽ ബന്ധുത്വമുണ്ട് താനും. അങ്ങനെ ആവുമ്പോൾ ഈ മീനക്കൂറുകാർക്കും പൊതുവെ നല്ല നേരമാണ്. ഏഴരശനി നടക്കുന്നുണ്ട്. 4ലാണ് തുരിയെ ബലിപാതാളെ, 4 ഗുരു നടക്കുന്ന നേരമാണ് ബലിയെ, മഹാബലിയെ ചവിട്ടി താഴ്ത്തിയത് എന്നൊക്കെ പറയാറുണ്ട്. എന്നിരുന്നാലും നല്ലൊരു സമയമാണ്. അപ്പോൾ ഈ 27 നക്ഷത്രവും നല്ലതാണ്. 27 നക്ഷത്രവും ദക്ഷപ്രജാപതിയുടെ പുത്രിമാരാണ്. ചന്ദ്രന് വിവാഹം ചെയ്ത് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ ദൈവാംശമുണ്ട്. നക്ഷത്രാത് ഹരതേ പാപം, തിദൗശ്ച ശ്രിയമാപ്നോതി വാരാത് ആയുഷ്യവർദ്ധനം, നക്ഷത്രാത് ഹരതേ പാപം യോഗാത് രോഗനിവാരണം, കരണാസ് കാര്യസിദ്ധി സ്യാത് പഞ്ചാംഗ ഫലമുത്തമം എന്ന് പറയും. തിഥി അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്താൽ ശ്രിയമുണ്ടാവും, ഐശ്വര്യമുണ്ടാവും. വാരാത് ആയുഷ്യവർദ്ധനം, ദിവസമറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആയുസ് കൂടും. നക്ഷത്രാൽ ഹരതേ പാപം, പാപനിവാരണത്തിനായിട്ടുള്ള അനുകൂല നക്ഷത്രങ്ങളെ അറിഞ്ഞ് ക്രിയകൾ ചെയ്താൽ പാപങ്ങൾ തീരും. യോഗാത് രോഗനിവാരണം, യോഗം നിത്യയോഗങ്ങൾ എന്താണ് എന്നറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രോഗനിവാരണമുണ്ടാവും. കരണാത് കാര്യസിദ്ധിസ്യാത്, കരണം തെറ്റിയാൽ മരണം എന്ന് പറയും. അപ്പോൾ കരണം സ്ഥിരകരണവും ചരകരണവും ഉണ്ട്. അപ്പോൾ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സ്ഥിരകരണവും, ചരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചരകരണവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്താൽ കാര്യസിദ്ധി ഉണ്ടാവും,
എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പഞ്ചാംഗം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നമുക്ക് അനുകൂലതയുണ്ടാവും. ഇക്കാലത്ത് പുതിയൊരു പാട്ടൊക്കെ ഉണ്ട്, പാക്കാതെ പാക്കാതെ പഞ്ചാംഗത്തെ പാക്കാതെ എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട്. പക്ഷേ പഞ്ചാംഗം നോക്കിയാൽ മാത്രമേ ജീവിത നിലവാരം സുഖകരമാവുള്ളൂ. ഈ ദിവസവും പഞ്ചാംഗം നോക്കി ഇന്നത്തെ ഗ്രഹസ്ഥിതികളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അനുകൂലതകൾ ഉണ്ടാവും. പൊതുവേ എല്ലാ ആചാര്യന്മാരും വിഷ്ണു സഹസ്രനാമം ഒരു പരിഹാരമായിട്ട് പറയുന്നുണ്ട്. ആ വിഷ്ണു സഹസ്രനാമം എല്ലാവരും ഹൃദിസ്ഥമാക്കാം. ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് പഠിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ എളുപ്പത്തിനായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്, 27 നക്ഷത്രത്തിന് 108 ശ്ലോകങ്ങൾ, അതുകൊണ്ട് ഒരു നക്ഷത്രത്തിന് 4 ശ്ലോകങ്ങൾ എന്നുള്ള രീതിയിൽ ആ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മതി. ഇപ്പോൾ അശ്വതിയാണ് നക്ഷത്രം എന്നുള്ളവർക്ക് വിശ്വം വിഷ്ണു വഷൽക്കാരോ ഭൂതഭവ്യവത് പ്രഭു ഭൂതഗദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയപുരുഷസാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിധാന്യേധ പ്രധാനപുരുഷേശ്വരഃ നാരസിംഹവപുശ്രീമാൻ കേശവപുരുഷോത്തമഃ സർവശിവസ്ഥാണുർഭൂതാദിർനിദ്രവ്യയഃ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭുരീശ്വരഃ. ഈ 4 ശ്ലോകം നിത്യം വായിച്ചാൽ മതി. അവർക്ക് എല്ലാ കഷ്ടതകളിൽ നിന്നുള്ള മുക്തി ഭഗവാൻ മഹാവിഷ്ണു തരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതുപോലെ 108 ശ്ലോകങ്ങൾ ഉണ്ട് വിഷ്ണു സഹസ്രനാമത്തിൽ. 108 വായിച്ചാൽ വളരെ വിശേഷമാണ്. 22 മിനിറ്റൊക്കെ ആവുള്ളൂ. നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുക. തീർത്ഥത്തിനും ദേവനിലും വേദത്തിലും മന്ത്രേ തീർത്ഥേ തഥാ ദേവേ ജ്യോതിഷേ വിഷജേ തഥാ യാദൃശി ഭാവന തത്ര സിദ്ധിർഭവതി താദൃശി എന്നാണ് ശ്ലോകം. തീർത്ഥം, മന്ത്രം, ദൈവം, ഡോക്ടർ, വൈദ്യൻ, ജ്യോതിഷം, ഈ 5 ഭാഗങ്ങളിൽ നമ്മളുടെ വിശ്വാസതയ്ക്കനുസരിച്ചാണ് അതിൻ്റെ ഫലമുണ്ടാവുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസത്തിൻ്റെ ഫലം നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും. പൊതുവേ വലിയ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു വർഷമാണ് ഈ കൊല്ലവർഷം. നമുക്ക് പല നന്മകളും നടക്കാൻ പോകുന്ന ഒരു വർഷമാണ് ഈ കൊല്ലവർഷം. അവനവൻ ആത്മസുഖത്തിനായി ചെയ്യുന്നവ അപഹരനും ആത്മസുഖത്തിനായി വരയണമെന്ന് നാരായണ ഗുരു പറഞ്ഞ പോലെ തനിക്ക് ചെയ്യുന്നതായിട്ടുള്ള ഓരോ കാര്യവും മറ്റുള്ളവർക്കും ഉപകാരപ്രദമായിട്ട് നടക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. തീർച്ചയായും 27 നക്ഷത്രക്കാർക്കും ഈശ്വരാനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു വർഷമായി തീരുവാനായിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള ശ്രീ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുകയാണ്. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാധാലയേശമനിശം ഹൃദി ഭാവയാമി. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനേനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈർനാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഈ കൊല്ലവർഷം ഈശ്വരാനുഗ്രഹപ്രദമാവട്ടെ. അവരവർ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള സകല കാര്യവും ദൈവാനുഗ്രഹം കൊണ്ട് നടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.